Okay. Prove that polynomial p of s is equal to 2s raised to 4 plus 5s cube plus 6s square plus 3s plus 1 is Hurwitz. അതാണ് ക്വസ്റ്റ്യൻ. അതായത് ഈ തന്ന പോളിനോമിയൽ ഹെർവിറ്റ്സ് ആണോ എന്ന് പ്രൂവ് ചെയ്യണം. ഇത് പ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം രണ്ട് ബേസിക് കണ്ടീഷൻസ് ഇത് സാറ്റിസ്ഫൈ ഉണ്ടോ നോക്കണം. അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകേണ്ട ആവശ്യം കൂടി ഉണ്ടാവില്ല. സോ ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് കണ്ടീഷൻ ഓൾ കോയിഫിഷ്യൻസ് ഓഫ് പി എഫ് എസ് ആർ പോസിറ്റീവ്. കോയിഫിഷ്യൻ എന്ന് വിളിക്കുന്നത് ഈ എസ് റേസ് ടു 4 അല്ലെങ്കിൽ എസ് ക്യൂബ്, എസ് സ്ക്വയർ, എസ് റേസ് ടു 0, 1 എസ് റേസ് ടു 0 ആണ് 1 ആവുന്നത്. സോ ഇതിൻ്റെയൊക്കെ കോയിഫിഷ്യൻസ് വിച്ച് ഇസ് 2, 5, 6, 3 ആൻഡ് 1 അതൊക്കെ പോസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതൊരിക്കലും ഹെർവിറ്റ്സ് ആവില്ല. സോ നമുക്ക് ഇനി പ്രത്യേകിച്ച് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ പോസിറ്റീവ് ആണെങ്കിൽ രണ്ടാമത് നോക്കേണ്ടത് എല്ലാ ടേംസും ഫ്രം ഹയസ്റ്റ് ഓർഡർ ടു ലോവസ്റ്റ് ഓർഡർ എല്ലാ ടേംസും ഇതിൽ പ്രസൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ഇവിടെ ഹയസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് ഇതാണ്, 4 ആണ്. ഈ തന്ന ഇക്വേഷൻ്റെ ഹയസ്റ്റ് ഓർഡർ 4. സോ 4, 3, 2, 1, 0. 0 എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 1 എന്ന് പറയുന്നത് ആക്ച്വലി 1 എസ് റേസ് ടു 0 ആണെന്നുള്ളത്. സോ 4, 3, 2, 1, 0 എല്ലാ ടേംസും പ്രസൻ്റ് ആണ് ഫ്രം ദി ഹയസ്റ്റ് ഓർഡർ ടു ലോവസ്റ്റ് ഓർഡർ. ഇനി സപ്പോസ് ഇതിന് സ്പെഷ്യൽ കേസസ് ഉണ്ടാവാം വേർ ദിസ് ഇസ് പ്യുവർലി ഈവൺ പോളിനോമിയൽ ഓർ പ്യുവർലി ഓഡ് പോളിനോമിയൽ. പ്യുവർലി ഈവൺ പോളിനോമിയൽ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ 2s raised to 4 പ്ലസ് 6s square പ്ലസ് 1 അതും ഒരു പോളിനോമിയലാണ് ആൻഡ് അതും ഹെർവിറ്റ്സ് ആവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ 5s cube പ്ലസ് 3s അതും ഹെർവിറ്റ്സ് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതൊരു എൻറ്റയർലി ഡിഫറെൻറ്റ് പ്രോബ്ലം ആണ്. അങ്ങനത്തെ ഒരു പ്രോബ്ലം നമുക്ക് ഇൻ ഫ്യൂച്ചർ വീഡിയോയിൽ നമുക്ക് ഒരെണ്ണത്തിൽ നോക്കാം. പക്ഷെ ഇപ്പോൾ തന്ന പ്രോബ്ലത്തിൽ രണ്ടും ഈവൺ ആൻഡ് ഓഡ് ടേംസ് ഉണ്ട്. ഈവൺ ആൻഡ് ഓഡ് ടേംസ് ഉണ്ടെങ്കിൽ ദെൻ ഓൾ ടേംസ് ഷുഡ് ബി പ്രസൻറ്റ്. 4, 3, 2, 1, 0. സോ അതും പ്രസൻ്റ് ആണ്. സോ രണ്ട് ബേസിക് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആയ സ്ഥിതിക്ക് നമുക്ക് മൂന്നാമത്തെ കണ്ടീഷൻ വിച്ച് ഇസ് ബൈ പെർഫോമിങ് കണ്ടിന്യൂഡ് ഫ്രാക്ഷൻ എക്സ്പാൻഷൻ. ആ കണ്ടിന്യൂഡ് ഫ്രാക്ഷൻ എക്സ്പാൻഷൻ ചെയ്തിട്ട് ഇത് ഹെർവിറ്റ്സ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പി ഓഫ് എസിനെ ഞാൻ എം ഓഫ് എസ് പ്ലസ് എൻ ഓഫ് എസ് എന്നുള്ള ഫോമിലേക്ക് ഇടുകയാണ്. വേർ എം ഓഫ് എസ് എന്ന് പറയുന്നത് ഈവൺ പോളിനോമിയലും എൻ ഓഫ് എസ് എന്ന് പറയുന്നത് ഓഡ് പോളിനോമിയലാണ്. ഇത് ഓർത്ത് വെക്കാനായിട്ട് ഒരു അത്യാവശ്യത്തിനൊരു എളുപ്പത്തിലുള്ളൊരു മെത്തേഡാണ് MENO മീ നോ എന്ന് പറയുന്നത്. അതായത് എം ഓഫ് എസ് ഈവൺ, എൻ ഓഫ് എസ് ഓഡ്, നോ എന്ന് പറയുന്നത്. സോ അങ്ങനെ വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാം, നിർബന്ധമില്ല. പക്ഷേ ദാറ്റ് ഈസ് വൺ മെത്തേഡ് ദാറ്റ് ഐ ഫൗണ്ട് യൂസ്ഫുൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എം ഓഫ് എസ് എന്തായിരിക്കും? എം ഓഫ് എസ് വിൽ ബി ഈവൺ പോളിനോമിയൽ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 2s raised to 4, 6s square, 1 അതാണ് എം ഓഫ് എസ് വരാൻ പോകുന്നത്. എൻ ഓഫ് എസ് വിൽ ബി 5s cube പ്ലസ് 3s. അങ്ങനെയാണെങ്കിൽ സൈ ഓഫ് എസ് വിൽ ബി എം ഓഫ് എസ് ബൈ എൻ ഓഫ് എസ് ഓർ എൻ ഓഫ് എസ് ബൈ എം ഓഫ് എസ്. അതായത് ആ രണ്ട് ടേംസിൻ്റെ ഡിവിഷൻ, ഈവൺ പോളിനോമിയൽ ബൈ ഓഡ് പോളിനോമിയൽ അല്ലെങ്കിൽ ഓഡ് പോളിനോമിയൽ ബൈ ഈവൺ പോളിനോമിയൽ. എങ്ങനെയാണ് ഇത് തീരുമാനിക്കുന്നത്? ഇതിൽ ഏതാ വേണ്ടതെന്നുള്ളത്? ഏതിനാണോ ഹയസ്റ്റ് ഡിഗ്രി അത് ന്യൂമറേറ്ററിൽ വരും. ഇവിടെ ഹയസ്റ്റ് ഡിഗ്രി 4th ഡിഗ്രിയാണ് വിച്ച് ഇസ് ഈവൺ പോളിനോമിയൽ. സോ നമ്മൾ സൈ ഓഫ് എസ് വിൽ ബി എം ഓഫ് എസ് ബൈ എൻ ഓഫ് എസ് എന്നാണ് എടുക്കാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദി ഹയസ്റ്റ് ഓർഡർ. സോ ഇവിടുന്ന് ഞാൻ എം ഓഫ് എസ് എഴുതുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പി ഓഫ് എസ് വിൽ ബി 2s raised to 4 എം ഓഫ് എസ് വന്നു, പിന്നെ 6s square, പിന്നെ 1. ഇതാണ് എം ഓഫ് എസ് എങ്കിൽ എൻ ഓഫ് എസ് ബി റിമൈനിങ് ടേംസ് 5s cube 3s. അങ്ങനെ എം ഓഫ് എസും എൻ ഓഫ് എസും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈ ഓഫ് എസ് വിൽ ബി അതിൻ്റെ കണ്ടിന്യൂഡ് ഫ്രാക്ഷൻ എക്സ്പാൻഷൻ. സോ നമ്മൾ എന്ത് ചെയ്തു? എം ഓഫ് എസിനെ ഇവിടെ എഴുതി 2s raised to 4 പ്ലസ് 6s square പ്ലസ് 1. അതിനെ ഞാൻ എൻ ഓഫ് എസ് വെച്ച് ഡിവൈഡ് ചെയ്യാൻ നോക്കുകയാണ്. 5s cube പ്ലസ് 3s. അപ്പോൾ എനിക്ക് എന്ത് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്കിവിടെ ഈ വാല്യൂ കിട്ടാൻ പോകുന്നത്? നമ്മുടെ ഉദ്ദേശം നമ്മളിത് കണ്ടുപിടിക്കണം. ഇവിടെ വരുന്ന വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡ് ഇതാണ്. അതായത് നമ്മൾ എടുക്കാൻ പോകുന്ന രണ്ട് ഫസ്റ്റ് ടേംസ് ആണ്. 2s raised to 4 5s cube. 5s ക്യൂബിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 2s raised to 4 കിട്ടുന്നതെന്ന് നോക്കുക. അതായത് എനിക്ക് ഇവിടെ 2s raised to 4 ആണ് വരേണ്ടത്. എനിക്കിത് ക്യാൻസൽ ഔട്ട് ചെയ്യണം, കംപ്ലീറ്റ്ലി ക്യാൻസൽ ഔട്ട് ചെയ്യണം. ബാക്കിയുള്ള ടേംസ് ഞാൻ തൽക്കാലം നോക്കണ്ടേ. ഇതിനെ പക്ഷേ എനിക്ക് കംപ്ലീറ്റ്ലി ക്യാൻസൽ ഔട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ടേമിനെടുത്തു. സോ 5s ക്യൂബിനെ ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്ക് 2s raised to 4 കിട്ടാൻ പോകുന്നത്? ദാറ്റ് വിൽ ബി
5s³ ഇൻറ്റു എക്സ്, എനിക്കറിയില്ല എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അതിന് ഞാൻ എക്സ് എന്ന് വിളിച്ചു. എക്സ് ഈക്വൽ ടു 2s⁴ എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും? എക്സ് വിൽ ബി 2s⁴ ബൈ 5s³. ദാറ്റ് വിൽ ബി 2/5s. അതായത് 5s³ 2/5s കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ 2s⁴ കിട്ടും. ഓക്കെ, ഇനി റിമൈനിങ് ടേംസ് കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ബേസിക്കലി ഞാൻ ചെയ്യുന്നത് എനിക്ക് ഈ കിട്ടിയ വാല്യൂവിനെ ഞാൻ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഈ കിട്ടിയ വാല്യൂവിനെ ഇതായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത്. ദാറ്റ് ഇസ് 2/5s ഇൻറ്റു 5s³ പ്ലസ് 3s. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേം എന്താ? ഈ ടേം വിൽ ബി 2s⁴ വിച്ച് ഇസ് വാട്ട് വി വാണ്ട്. പ്ലസ് ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 3/5s². ദാറ്റ് വിൽ ബി 6/5s². അത് കിട്ടിയതിന് ശേഷം നമ്മൾ സാധാരണ ഡിവിഷൻ ചെയ്യണ മാതിരി ഇതിന് സബ്ട്രാക്ട് ചെയ്ത് വിടും. സോ ഇതും ക്യാൻസലായി പോകും. എന്നിട്ട് ആഡ് ചെയ്യും. ഇത് സബ്ട്രാക്ട് ചെയ്തിട്ട് രണ്ടും ആഡ് ചെയ്യും. സോ ഇത് ക്യാൻസലായി പോകും. ഇവിടെ 6s² മൈനസ് 6/5s². ഇറ്റ് വിൽ ബി 24/5s² പ്ലസ് ആ 1നെ ഞാൻ ഇറക്കി താഴ്ത്തു. ബാക്കി എല്ലാ ടേംസും മുകളിലുള്ള ബാക്കി എല്ലാ ടേംസും ഞാൻ താഴേക്ക് അങ്ങനെ തന്നെ ഇറക്കിയിട്ടു. ഇനിയാണ് കണ്ടിന്യൂ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ ശ്രദ്ധിക്കേണ്ട കാര്യം. എനിക്ക് ഇങ്ങനെ ഒരു റിമൈൻഡർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഈ റിമൈൻഡറാണ് ഞാൻ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. എന്തിനെ? ഞാൻ ആദ്യം ഡിവൈഡ് ചെയ്യാൻ യൂസ് ചെയ്ത ടേമിനെ, വിച്ച് ഇസ് 5s³ പ്ലസ് 3s. സോ ഈ റിമൈൻഡർ ഇവിടെ വെച്ച് ഞാൻ അഗെയിൻ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. എന്ത് വെച്ചിട്ടാണോ ഞാൻ ആദ്യം ഡിവൈഡ് ചെയ്തത് അതിനെ, 5s³ പ്ലസ് 3s. അപ്പോൾ അത് കിട്ടാനായിട്ട് ഇനി എന്ത് ചെയ്യണം? എനിക്ക് ഇവിടുത്തെ ടേം കിട്ടണം. ഇവിടെ കിട്ടാനായിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇവിടെ ചെയ്യാനായിട്ട് വാട്ട് ഐ വിൽ ഡു ഇസ് അഗെയിൻ ഞാൻ ചെയ്യാൻ പോവാണ്. ഇറ്റ് വിൽ ബി 24/5s² ഇൻറ്റു എക്സ് വിൽ ബി ഈക്വൽ ടു 5s³. അതായത് ഇതിനെ, ഈ ടേമിനെ, ഫസ്റ്റ് ടേമിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് എനിക്ക് ഈ ഫസ്റ്റ് ടേം കിട്ടാൻ പോകുന്നത്? കാരണം എനിക്കിത് കംപ്ലീറ്റ്ലി കട്ട് ഔട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ്. സോ അത് കണ്ടുപിടിക്കുമ്പോൾ യു വിൽ ഗെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 25/24s. അതായത് ഈ 24/5s² ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വിൽ ഗെറ്റ് 5s³. സോ ഈ ടേം, ബാക്കിയുള്ള ടേം കിട്ടാൻ എന്ത് ചെയ്യണം? ഇതിനെ ജസ്റ്റ് 25/24s ഞാൻ ഈ ഹോൾ ടേമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഐ വിൽ ഗെറ്റ് 5s³ പ്ലസ് 25/24s. കാരണം ഇത് 1 ആണ്. എന്നിട്ട് നേരത്തെ ചെയ്ത മാതിരി തന്നെ ഇതിന് നെഗറ്റീവ് സൈൻ കൊടുത്തു, എന്നിട്ട് ആഡ് ചെയ്തു. സോ ദിസ് വിൽ ബിക്കം 0. ദിസ് വിൽ ബി 3s മൈനസ് 25/24s. ദാറ്റ് വിൽ ഗിവ് യു 47/24s. സോ ദിസ് വിൽ ബി ദി റിമൈൻഡർ. ഇനി അഗെയിൻ സോ ഡിവൈഡ് ചെയ്തപ്പോൾ ഓക്കെ ശ്രദ്ധിക്കുക, സബ്ട്രാക്ട് ചെയ്തപ്പോൾ ദിസ് വിൽ ബി 3s മൈനസ് 25/24s വിച്ച് വിൽ ബി 47/24s. സോ ഇതാണിപ്പോൾ റിമൈൻഡർ നമുക്ക് കിട്ടിയത്. ഈ റിമൈൻഡറിനെ നമ്മൾ എന്ത് ചെയ്യും? അഗെയിൻ നേരത്തെ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിച്ച 24/5s പ്ലസ് 1നെ ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. സോ അഗെയിൻ സെയിം സ്റ്റെപ്പ് ചെയ്യുക. എനിക്ക് ഈ ടേം കിട്ടാനായിട്ട് ഇതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? സോ ദാറ്റ് വിൽ ബി അഗെയിൻ 47/24s ഇൻറ്റു എക്സ് ഈക്വൽ ടു 24/5s². എന്നിട്ട് എക്സ് കണ്ടുപിടിക്കുക. എക്സ് വിൽ ബി ദിസ് ഡിവൈഡഡ് ബൈ ദിസ് ടേം. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ യു വിൽ ഗെറ്റ് 76/235s. അതായത് ഈ ടേമിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 24/5s² കിട്ടും. അഗെയിൻ ഇവിടെ ഒറ്റ ടേമേ ഉള്ളൂ, വിച്ച് മീൻസ് എനിക്കത് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ആൻഡ് അഗെയിൻ അതിന് നെഗറ്റീവ് സൈൻ ഇടും, എന്നിട്ട് ആഡ് ചെയ്യുമ്പോൾ ഐ വിൽ ഗെറ്റ് ഇവിടെ 0 കിട്ടും. പക്ഷെ ഇവിടെ ഒരു +1 ബാക്കിയുണ്ട്. സോ ദാറ്റ് +1 വിൽ കം ഡൗൺ. 1 താഴേക്ക് വന്നു. അഗെയിൻ ദിസ് വിൽ ബിക്കം എ റിമൈൻഡർ. ഇത് റിമൈൻഡർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തിനാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? തൊട്ട് മുമ്പ് ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിച്ചതിന്, വിച്ച് ഇസ് 47/24s. അപ്പോൾ 47/24sനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ, 1നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്കിത് കിട്ടാൻ പോകുന്നത് 47/24s തന്നെ. സോ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഐ വിൽ ഗെറ്റ് 0, വിച്ച് മീൻസ് ഡിവൈഡ് ചെയ്യണം ഞാൻ കാണിച്ചില്ല, കാരണം ദിസ് വിൽ ബി ബേസിക്കലി സംതിങ് ലൈക്ക് മൈനസ് 47/24s. അത് ഡിവൈഡ് ചെയ്ത് പോകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് കാണിക്കാതിരുന്നത് ഇവിടെ. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡിവൈഡ് ചെയ്ത് കിട്ടി, ഐ ഗെറ്റ് 0. സോ ഈ കണ്ടിന്യൂ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ 0 കിട്ടുന്ന വരെ നമ്മൾ ചെയ്യണം. 0 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 2 കണ്ടീഷൻസ് നോക്കിയാലേ നമുക്കിത് ഹെർവിറ്റ്സ് ആണോ എന്ന് പറയാൻ പറ്റുള്ളൂ. ആ 2 കണ്ടീഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്, ഫസ്റ്റ് കണ്ടീഷൻ നമ്പർ ഓഫ് കോഷ്യൻസ് ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് ഹയസ്റ്റ് ഓർഡർ. അതായത് കോഷ്യൻ എന്ന് വിളിക്കുന്നത് ഈ ടേംസിനെയാണ്. ഈ ടേം വിച്ച് ഇസ് 2/5s
പിന്നെ 25/24s, 576/235s, 47/24s. ഈ ടേംസിനെയാണ് ഞാൻ കോഷ്യൻ എന്ന് വിളിക്കുന്നത്. എത്ര കോഷ്യൻ്റ് ഉണ്ട് ഇവിടെ? 1, 2, 3, 4. ഏതാണ് ഹയസ്റ്റ് ഓർഡർ? ഹയസ്റ്റ് ഓർഡർ ഓഫ് ദി പോളിനോമിയൽ ദാറ്റ് വിൽ ബി, ഇതാണ് പോളിനോമിയൽ. സോ ഹയസ്റ്റ് ഓർഡർ ഇസ് 4. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ അത് തന്നെയാണ് ഇവിടെ വരാൻ പോകുന്നത്. സോ ഇവിടെ ക്രോസ് ചെക്ക് ചെയ്താലും മതി. ഫസ്റ്റ് ടേമിൻ്റെ ഇത് ക്രോസ് ചെക്ക് ചെയ്താലും മതി. ഇവിടെ 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്. വിച്ച് മീൻസ് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. ചിലപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവില്ല. അപ്പം എന്താ ചെയ്യണം എന്നുള്ളത് വേറെ ഡിഫറെൻറ്റ് പ്രോബ്ലമാണ്. പക്ഷെ ഇവിടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ഉണ്ട്. നമ്പർ ഓഫ് കോഷ്യൻസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹയസ്റ്റ് ഓർഡർ. അത് ശരിയാണെങ്കിൽ അടുത്ത നോക്കേണ്ടത് ഈ കോഷ്യൻസിൻ്റെ സൈനാണ്. ദിസ് ഇസ് പോസിറ്റീവ്, ദിസ് ഇസ് പോസിറ്റീവ്, ദിസ് ഇസ് പോസിറ്റീവ് ആൻഡ് ദിസ് ഇസ് ഓൾസോ പോസിറ്റീവ്. എല്ലാ കോഷ്യൻസിൻ്റെ സൈനും പോസിറ്റീവ് ആണ്. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ യുവർ പോളിനോമിയൽ PF ഇസ് ഹെർമിറ്റ്സ്.